തിരുബലിയായി മാറ്റിയിടണേ. യും വേദന നിറയുമീ പീലാസയും അപ്പവും വീഞ്ഞുമായി ഞാനിതാ അണയുന്നു സാദരം നിന്നിൽ. ഈ യാഗവേദിയിലെന്നെ സമ്പൂർണമായി നൽകുന്നിതാ അലിവോടെ ഈ ജീവയാഗം തിരുബലിയായി മാറ്റിയിടണേ. തിരുവോസ്തിയായി എന്നെ തഴുകിടുവാൻ തിരുരക്തത്താൽ എന്നെ കഴുകിടുവാൻ എന്നെയും സർവവും ഞാനിതാ നൽകുന്നു കാഴ്ചയായി നിന്നിൽ. സ്വീകരിക്കൂ സ്നേഹനാഥ തൃക്കൈകളിൽ ജീവയാഗം യോഗ്യമാക്കുവാൻ നിൻ കൈകളിൽ എന്നെ ഏകിടുന്നു. ഈ യാഗവേദിയിലെന്നെ സമ്പൂർണമായി നൽകുന്നിതാ അലിവോടെ ഈ ജീവയാഗം തിരുബലിയായി മാറ്റിയിടണേ. ഈ യാഗവേദിയിലെന്നെ സമ്പൂർണമായി നൽകുന്നിതാ അലിവോടെ ഈ ജീവയാഗം തിരുബലിയായി മാറ്റിയിടണേ. ഈ യാഗവേദിയിലെന്നെ
നൽകുന്നിതാ അലിവോടെ ഈ ജീവയാഗം തിരുബലിയായി മാറ്റിയിടണേ. ഈ യാഗവേദിയിൽ എന്നെ സമ്പൂർണ്ണമായി നൽകുന്നിതാ അലിവോടെ ഈ ജീവയാഗം തിരുബലിയായി മാറ്റിയിടണേ. കണങ്ങളാൽ ഈ കാസയും വേദന നിറയുമീ പീലാസയും. കണ്ണീർ കണങ്ങളാൽ ഈ കാസയും വേദന നിറയുമീ പീലാസയും. അപ്പവും വീഞ്ഞുമായി ഞാനിതാ അണയുന്നു സാദരം നിന്നിൽ. ഈ യാഗവേദിയിൽ എന്നെ സമ്പൂർണ്ണമായി നൽകുന്നിതാ അലിവോടെ ഈ ജീവയാഗം തിരുബലിയായി മാറ്റിയിടണേ. തിരുവോസ്തിയായി എന്നെ തഴുകിടുവാൻ തിരുരക്തത്താൽ എന്നെ കഴുകിടുവാൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ വലുതാക്കി
സുവിശേഷത്തിലേഖനം 6-ാം അധ്യായത്തിലെ ആദ്യത്തെ വചനം. മക്കൾക്കുള്ള ദൈവത്തിന്റെ ഉപദേശമാണിത്. നാം ഇങ്ങനെ വായിക്കും: മക്കളെ, വാഗ്ദാനത്തോടുകൂടിയ ദൈവത്തിന്റെ കൽപ്പനയാണിത്. ഭൂമിയിൽ നിങ്ങൾ ദീർഘകാലം ജീവിക്കാനും നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകാനും മാതാപിതാക്കന്മാരെ നിങ്ങൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അനുസരിക്കണം. ദൈവത്തിന്റെ സ്വരമാണത്. പുതിയൊരു വർഷത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ ഉയർന്ന ഒരു ക്ലാസ്സിലേക്ക് മതബോധനം, സ്കൂള്, കോളേജ് പഠനം നമ്മുടെ മക്കൾ കിടക്കുമ്പോൾ മാതാപിതാക്കന്മാർക്കും ശ്രദ്ധിക്കാം. കുഞ്ഞുങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട തിരുവചനം: നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകാൻ, നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ, നിങ്ങൾക്ക് വിജയമുണ്ടാകാൻ, ദൈവത്തിന്റെ കരം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ ദൈവത്തിന്റെ വചനം ഓർമ്മിക്കുന്നു. ഈ അടുത്ത് നിൽക്കുന്ന അപ്പച്ചനെ, അമ്മയെ നിങ്ങൾ സ്നേഹിക്കണം, അനുസരിക്കണം, ബഹുമാനിക്കണം. ഈ മാതാപിതാക്കന്മാരെ അംഗീകരിച്ച് സ്നേഹിച്ച് ദൈവത്തിന്റെ കൃപയിലും നന്മയിലും മക്കളെ നമുക്ക് വളർന്നു വരാനായിട്ടുള്ളൂ. നിങ്ങൾ ഒരു നിമിഷം ഓർക്കണം, ഈ അപ്പച്ചനും അമ്മയും നിങ്ങളുടെ അടുത്ത് നിൽക്കണം. നിങ്ങൾക്ക് ജന്മം തന്ന നിങ്ങളുടെ മാതാപിതാക്കന്മാർ, നിങ്ങളുടെ മുന്നിൽ കൂട്ടി വളർത്തിയ നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ, ഇവരൊരിക്കലും വേദനിക്കരുത്, വിഷമിക്കരുത്. നിങ്ങളുടെ വാക്കുകൊണ്ടോ പെരുമാറ്റങ്ങളോ പ്രവൃത്തികളോ ഈ മാതാപിതാക്കന്മാർക്കോ നമ്മുടെ കുടുംബത്തിനോ നൊമ്പരമാകുന്നതെന്ന്, സങ്കടമാകുന്നതെന്ന് അത് വരരുത്. നമ്മുടെ അപ്പച്ചന്റെ അമ്മയുടെ ഉള്ളു വേദനിച്ചാൽ പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ല, ദൈവത്തിന്റെ കരമില്ല, ഐശ്വര്യമില്ല, നന്മയില്ല, വിജയമില്ല. കുഞ്ഞുങ്ങൾ ഒരു നിമിഷമൊക്കെ കണ്ണടച്ചോ, കൈകൂട്ടി പിടിച്ചിട്ട് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ തീരുമാനിക്കണം: ഈശോയെ, പുതിയൊരു വർഷത്തിലോട്ട് ഞങ്ങൾ കിടക്കുന്നു. ഞങ്ങളുടെ അപ്പച്ചനെ, ഞങ്ങളുടെ അമ്മയെ സ്നേഹിച്ച് അനുസരിച്ച് നല്ലൊരു കുട്ടിയായി ഞാൻ ഈ വർഷം മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ബാക്കി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്തുള്ള അപ്പനന്മാരാണ് നിങ്ങളുടെ തോട്ടത്തോ എവിടെയെങ്കിലും ഒരു തൊട്ടോ എനിക്ക് മനസ്സിലൊന്ന് പറഞ്ഞു: ഈശോയെ, എന്നെ കൂടാതെ ഞങ്ങളുടെ മക്കൾക്ക് ഒരു വിജയമില്ല, നന്മയില്ല, ഉയർച്ചയില്ല. നീ ഒരുക്കണം, നല്ല വഴികൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കണം. നീ എന്നും ഈ മക്കളുടെ കൂടെ ഉണ്ടാകണം. ആപത്തോ അപകടമോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും വരരുത്. ഞങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുന്ന, ഇവരുടെ പാദങ്ങൾ കല്ലിൽ തട്ടി മുറിയുന്ന സാഹചര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ ഇവരുടെ മുമ്പിലുണ്ട്. ഞങ്ങളൊരു 10, 20, 30 കൊല്ലം മുമ്പ് ഈ പിള്ളേരുടെ പ്രായത്തിൽ ജീവിച്ചൊരു കാലമല്ല ഇന്നുള്ളത്. ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. ഈ മക്കളെ വഴിതെറ്റിക്കാൻ തിന്മയുടെ ശക്തികൾ വഴികളിൽ കാത്തിരിപ്പുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകരുത്. നീ കൂടെ ഉണ്ടാകണം. നിന്റെ കരങ്ങളിൽ നിന്നും ഈശോ ഞങ്ങളുടെ ഈ മക്കളോടൊപ്പമുണ്ടാകണം. തീരുമാനിക്കൂ, തീരുമാനിക്കൂ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന സഹോദരങ്ങളെ, പാപ വഴികളിൽ വെടിയണം. കൊച്ചുമക്കൾ, തീരെ കൊച്ചുമക്കളുണ്ട്. ആദ്യ കുർബാന പോലും സ്വീകരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്. മുതിർന്ന മക്കളുണ്ട്. ഈശോയ്ക്ക് ചേരാത്ത എന്തെങ്കിലും ഉണ്ടോ? നമുക്കിനി അത് വേണ്ട, തീരുമാനിക്കാം. പ്രത്യാശയുടെ ഹൃദയം മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരേപോലെ വേണം. ദൈവത്തിന്റെ ശക്തി നിറയാൻ ഈശോ കൂടെയുണ്ട്. എനിക്കിത് സാധിക്കും. അവര് കോൺഫിഡൻസ് വേണം കുഞ്ഞുങ്ങൾക്ക്, പ്രത്യാശ വേണം കുഞ്ഞുങ്ങൾക്ക്. ആ പ്രത്യാശയോടെ പരിശുദ്ധാത്മാവ് ഇടപെടും, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. മാതാപിതാക്കന്മാരുടെ മനസ്സിൽ ആ ചിന്ത വേണം. കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരുപാട് ഉത്കണ്ഠ വേണ്ട, ഒരുപാട് ആകുലത വേണ്ട. ദൈവത്തിന്റെ കൈകളിൽ എന്റെ കൊച്ചിനെ ഞാൻ ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഏൽപ്പിച്ചാൽ ദൈവം നോക്കും, ദൈവം കാക്കും. മാതാപിതാക്കന്മാർക്ക് ധൈര്യം വേണം. എപ്പോഴും കുഞ്ഞുങ്ങളെ കുറിച്ചൊരു ഉത്കണ്ഠ വേണ്ട, ആകുലത വേണ്ട. ആകുലതയും ഉത്കണ്ഠയും ഉള്ളിടത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കില്ല. കുഞ്ഞുമക്കൾക്കും ആ ധൈര്യം വേണം. എന്റെ പഠനം, മുന്നോട്ടുള്ള കാര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ദൈവം തോന്നിയാലും എനിക്കിതെല്ലാം സാധിക്കും, എനിക്ക് വിജയിക്കാൻ സാധിക്കും. ഞാൻ പരിശ്രമിച്ചാൽ മതി. ദൈവം തന്ന എന്റെ നന്മകളുണ്ട്. ആ നന്മകളെ വളർത്താനും വർദ്ധിപ്പിക്കാനും ഞാൻ ശ്രമിച്ചാൽ മതി. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാവരും ആദ്യത്തെ വഴികളൊന്ന് പാടിക്കേ, ഒന്നിച്ചു പാടിക്കേ.
കുഞ്ഞുങ്ങളുടെ നെറ്റിയിലോ കവളിലോ സ്നേഹത്തോടൊരു ചുംബനം കൊടുത്ത് അനുഗ്രഹിച്ചു. കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയും മൂത്ത കൊച്ചു തൊട്ട് താഴോട്ട് കുഞ്ഞുങ്ങളുടെ നെറ്റിയിലോ കവളിലോ സ്നേഹത്തോടൊരു ചുംബനം കൊടുത്ത് ഈ മക്കളെ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. കുഞ്ഞുമക്കള് മൂത്തവർ തൊട്ട് താഴോട്ട് നിങ്ങളെ അനുഗ്രഹിച്ച അപ്പച്ചന്റെ കരം അമ്മയുടെ കരം നിങ്ങളുടെ കയ്യിലെടുത്ത് അപ്പച്ചന്റെ അമ്മയുടെ കരം ചുംബിച്ചു മക്കൾ ഈശോയ്ക്ക് നന്ദി പറയൂ. നിങ്ങളെ അനുഗ്രഹിച്ച അപ്പച്ചന്റെ കരം അമ്മയുടെ കരം ആ കരം ചുംബിച്ചു കുഞ്ഞുങ്ങളെ ഈശോയ്ക്ക് നന്ദി പറയൂ. അപ്പച്ചന്റെ അമ്മയുടെ കരം ആ കരം ചുംബിച്ച് ഈശോയ്ക്ക് നന്ദി പറയൂ. സഹോദരങ്ങളെ, നമ്മുടെ നേരമാകുന്നു, കുർബാനയ്ക്കുള്ള നേരമാകുന്നു. ദിവ്യകാരുണ്യമായ ഈശോ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. കുഞ്ഞുമക്കൾ മാത്രം ഒന്ന് മുട്ടുകുത്തിക്കൂ. തന്റെ അടുത്തോട്ട് വരുന്ന കുഞ്ഞുങ്ങൾ ഈശോ അവരെ ചേർത്ത് നിർത്തുന്നു, അവരുടെ ശിരസിൽ കൈവയ്ക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. ദൈവരാജ്യം ഇവർക്കുള്ളതാണ് എന്ന് കൂടി ഈശോ പറയുന്നു. ആ ഈശോയാണ് ഈ അപ്പത്തിലുള്ളത്, ദിവ്യകാരുണ്യത്തിലുള്ളത്. ദിവ്യകാരുണ്യമായ ഈശോയെ അനുഭവോടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടണേ. ഈ മക്കളുടെ ശിരസിൽ കൈവയ്ക്കണേ. നമുക്ക് ആ ഗാനത്തിന്റെ ആദ്യ വരികൾ പാടി അനുഭവോടെ തൊടണേ. പാടുമ്പോൾ അച്ഛൻ ആശീർവാദം വരും. പാടാം, നമുക്ക് പാടാം. പ്രത്യാശയിൻ
ചൊരിഞ്ഞിടണേ. കരുണകൾക്കുടയവനേ, കൃപകൾ ചൊരിഞ്ഞിടണേ. പ്രത്യാശയിൻ ദൈവമേ, ഞാൻ തന്നെ സാക്ഷാൽ മുന്തിരിവള്ളിയും, ഞാൻ തന്നെ ഉലകിൻ പ്രകാശവും, ഞാൻ തന്നെ സാക്ഷാൽ മുന്തിരിവള്ളിയും, ഞാൻ തന്നെ ഉലകിൻ പ്രകാശവും. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, അരുളിനാഥൻ പരിശുദ്ധൻ നാം. കരുണകൾക്കുടയവനേ, കൃപകൾ ചൊരിഞ്ഞിടണേ. കരുണകൾക്കുടയവനേ, കൃപകൾ ചൊരിഞ്ഞിടണേ. പ്രത്യാശയിൻ ദൈവമേ, ഞാൻ തന്നെ നല്ലൊരിടയനും വാതിലും, ഞാൻ തന്നെ ജീവമന്നായതും, ഞാൻ തന്നെ നല്ലൊരിടയനും വാതിലും, ഞാൻ തന്നെ ജീവമന്ന